അപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒരു 3 മിനിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എനിക്ക് കിട്ടി. അപ്പോൾ വീണ്ടും ഞാൻ തന്നെയാണ്. അപ്പം എനിക്ക് അത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയപ്പോൾ ഇന്നലെ ഞാനൊരു എൻ്റെ ഫസ്റ്റ് പാട്ട് കണ്ട ആൾക്കാർക്ക് അറിയാം, ഞാനിങ്ങനെ ഒരു ചാനലിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ചില ചാനലിൽ അങ്ങനെയൊന്നും ഞാൻ പറയണില്ല, ആരും ഞാൻ പറയണില്ല കേട്ടോ, എല്ലാവരും യൂട്യൂബിൽ നിന്ന് വരുമാനം. അപ്പം കുറേ ആൾക്കാർ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുക, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേ ആൾക്കാർ ഓരോരുത്തർ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് എന്താണ് അതിൽ കൗതുകം തോന്നുന്നത്. അപ്പം ചില ആൾക്കാർക്ക് എത്ര എഫേർട്ട് എടുത്തിട്ടും അത് കാണുക, പ്രത്യേകിച്ച് പിള്ളേരൊക്കെ അപ്പം നമുക്ക് തന്നെ അറിയാം അവരൊരാഗ്രഹം കൊണ്ടായിരിക്കും. അപ്പം അധികം ആൾക്കാരും അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യട്ടോ. ചിലപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഇതെന്താ വെള്ളം ഭയങ്കര ഇതാക്കി അങ്ങനെ പറയുന്നല്ല കേട്ടോ. പക്ഷെ അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം കണ്ടാലും പെട്ടെന്ന് ഫീൽ ആവും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് മാത്രമല്ല കേട്ടോ, കുറേ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. അപ്പം ഇന്നലെ ഞാനൊരു ഹോസ്പിറ്റലിൽ ഇവിടെ ഒരു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോയി. സ്കാനിങ്ങിന് പോയ സമയത്ത് അവിടെ ഒരു അമ്മയും 2 പിള്ളേരും അവരെ അമ്മയോ അങ്ങനെ ആരോ അച്ഛനെയോ അങ്ങനെ ആരോ തോന്നുന്നത്, പുള്ളിക്കാരിക്ക് ജീവൻ ഉണ്ടെന്നുള്ളൂ, കഴുത്ത് വരെ ഒടിഞ്ഞ് അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ. ഒരു ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഒരു ഓട്ടോയിൽ വരുന്ന സമയത്ത് എന്തായിരിക്കും ചിലപ്പോൾ ഒരു ടാക്സി ഒന്ന് വിളിച്ച് വരാനോ. പക്ഷേ അങ്ങനെ നോക്കുന്നത് തന്നെ വലിയ കാര്യം. അതുപോലത്തെ ഒരു കടപ്പ് രോഗീനെ അവർ നോക്കണന്നെ. അപ്പം ഈ പയ്യന്മാരെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 10, 23, 24 വയസ്സായ പിള്ളേർ. അവർ ഇങ്ങനെ ആ അമ്മേനെ ഇങ്ങനെ കോരിയെടുത്തിട്ട് ആദ്യം ഒരു ചേച്ചി കയറി, പിന്നെ ഈ പിള്ളേർ കയറി ഒരാളെ മടിയിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ അടുത്ത ആൾക്ക് കയറി കഴിഞ്ഞാൽ ഈ അമ്മേൻ്റെ കാല് അവർ മടിയിലേക്ക് വെച്ച് കഴിഞ്ഞാലാണ് ആ അമ്മയ്ക്ക് ഒന്ന് കിടക്കാൻ പറ്റുള്ളൂ. അപ്പം അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടൊരു ചേച്ചി ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്തുകൊണ്ടൊരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ഈ ചേച്ചി എന്നോട് ആ പയ്യൻ ചോദിക്കുന്നുണ്ട്, ആ സ്ട്രക്ചർ ഇച്ചിരി ദൂരത്തേക്കാണ്, അപ്പോൾ അവിടെ വെക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കുന്ന ചേച്ചി പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ, ആ ചേച്ചി അവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫാണ്. ഞാൻ ആരും ജോലി മോശമാക്കി പറയില്ല, ഒന്നുമല്ല. പക്ഷേ ഈ ക്ലീനിങ് സ്റ്റാഫ് ആയപ്പോൾ ഒരു ജോലി എന്താവട്ടെ, നമുക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു മനുഷ്യൻ ഇപ്പം നമുക്ക് ഇരുന്നോടുന്ന് എണീറ്റിട്ട് ബെഡ് ചെയ്യാമെന്ന്. അപ്പം നിങ്ങൾ എനിക്ക് ബെഡ് ചെയ്തിടും. ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ആ ചേച്ചീനെ ഒരു ഇൻസൾട്ട് ചെയ്യണ പോലെ ആയിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടോ. അപ്പം ഞാൻ പറയാം, കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ പറയണം അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. പക്ഷെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കാനൊക്കെ അറിയാം. പക്ഷെ